ഗായ്സ് ഇന്ന് നമ്മൾ പോകുന്നത് വടവന്നൂര് കുമ്മാട്ടി കാണാനാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ വടവന്നൂര് കുമ്മാട്ടി കാണാൻ പോവാണ് ഗായ്സ്. നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ വടവന്നൂർ കുമ്മാട്ടിക്കുള്ള നമ്മുടെ യാത്ര തുടർന്നിട്ടുണ്ട്. നമ്മൾ പല്ലശ്ശേന വഴിയാണ് കേട്ടോ വടവന്നൂരിക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ദേശക്കാരും കൊട്ടും പാട്ടും DJയും എല്ലാ തരത്തിലുള്ള പരിപാടികളും അവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഷോർട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അതിൻ്റെ ഒരു തലേ ദിവസം അപ്പൂൻ്റെ ഒരു പാൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അവിടെ പോയി പെട്ടതായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല മഴക്കാറ് ഇരുണ്ട് മൂടി, കാർമേഘമൊക്കെ ഇരുണ്ട് മൂടി നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ മഴയത്ത് പെടുമോ എന്നുള്ള പേടി കൊണ്ട് തന്നെ നമ്മൾ പോകുന്നത്. എന്തായാലും കാര്യമില്ല, മഴ പെയ്താലും നമുക്ക് എവിടെയെങ്കിലും നിൽക്കാമെന്നുള്ളത് കൊണ്ട് നമ്മൾ രണ്ട് വഴിക്കാരും മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. അന്തരീക്ഷം കണ്ട പെട്ടെന്ന് മാറിയത്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും നല്ല കാറ്റായിരുന്നു കേട്ടോ, ഭയങ്കര കാറ്റും ആ മഴ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റെയിൽ പാലത്തിൻ്റെ ഇതിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല വൈബായിട്ടുണ്ട് കാണാനൊക്കെ. പിന്നെ നല്ല പടക്കം പൊട്ടലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് എവിടെയാണ്, നമ്മളതിൻ്റെ ഫ്രണ്ടിൽ എത്തിയോ എന്നൊക്കെ പറഞ്ഞ് അതിശയിച്ച് നിൽക്കണം. അപ്പോഴാണ് മനസ്സിലായത് അത് ശരിക്കും പൊട്ടിക്കുന്നത് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ അവർ പൊട്ടിക്കുന്നതാണ് കേട്ടോ. ഇത്രയും കളർഫുള്ളായിട്ടുള്ള പടക്കങ്ങൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇടവഴി കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പടക്കം പൊട്ടുന്നതും ലൈറ്റും ബഹളവും ആൾക്കാരൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു മഴക്കോളുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അവിടെ നിന്ന് അതായത് വേലപ്പറമ്പിൽ നിന്ന് എല്ലാവരും വീട്ടിലോട്ട് പോവുകയാണ്. പക്ഷേ നമ്മളെന്താ ചെയ്യുന്നത്, വേലപ്പറമ്പിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഇതാണ് ശരിക്കും അവിടുത്തെ വെടിക്കെട്ടെന്ന് പറയുന്നത്. നമ്മുടെ വടവന്നൂരിൽ ശരിക്കും 3 സൈഡ് വെടിക്കെട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. 3 അവിടെ കണ്ട വെടിക്കെട്ട് ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് ഏതാ കാണേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാണ് കേട്ടോ. നമ്മുടെ ഏറ്റവും കൂടുതൽ അടുത്ത് കാണുന്നതാണ് ഞാൻ കൂടുതൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ആന നിൽക്കുന്നുണ്ട്. മഴ വന്നപ്പോൾ എല്ലാവരും കണ്ട അവർ തലയിലൊക്കെ തോർത്തൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത്. അത്രയും നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വെച്ചിട്ടാട്ടാ. അപ്പോൾ മിക്കുനും ഒക്കെ ഷോള് തലയിൽ മൂടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ 2 വൈക്കാൻ്റെ കയ്യിലും കുട്ടികളുണ്ട്. കുട്ടികൾക്കൊക്കെ തലയിൽ സേഫായിട്ട് തൊപ്പിയും ഷോളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഓടിയിട്ടാണ് ഓരോരോ ഇവിടേക്ക് നടന്നു പോകുന്നത്. മഴ ആയതുകൊണ്ട് എല്ലാവരും പോയതുകൊണ്ട് നമുക്ക് നടക്കുമ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ പോകുന്ന സമയത്ത്. അപ്പോൾ പറയാം മഴയന്നൂർ കുമ്മാട്ടിയാണ് വടവന്നൂർ കുമ്മാട്ടി മാറിയിട്ട് എന്ന് പറയുന്നത്. മിക്കു നിച്ചുവിൻ്റെ ടർക്കിയൊക്കെ തലയിൽ കൂടെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ മഴ കൊണ്ടിട്ട് തന്നെ നടക്കുന്നത്. മക്കളുടെ തലയിലൊക്കെ നമ്മൾ മഴ നനയാണ്ടിരിക്കാനൊക്കെ തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ മുളയില്ലേ ഈ മുള വാളയാർന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ. 100 അടി നീളമുള്ളത് കൊണ്ട് വണ്ടിയിൽ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് അവിടെ നിന്ന് ആൾക്കാർ നടന്നിട്ടാണ് കേട്ടോ, റോഡ് മാർഗ്ഗം നടന്നിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ മുളൻ്റെ. അപ്പം അതൊക്കെ നമ്മൾ കണ്ടതാ. എന്തെങ്കിലും ചൂടോടെ വല്ല ബജ്ജിയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. മഴയും ആനയും കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര കളർഫുള്ളായിരുന്നു കേട്ടോ വടവന്നൂർ കുമ്മാട്ടി. ആദ്യമായിട്ടാണ് നമ്മൾ വടവന്നൂർ കുമ്മാട്ടിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. പക്ഷേ ആ പോയത് തന്നെ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. ഈ മഴ അധിക സമയമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് നേരം ഉണ്ടായിരുന്നില്ല. ആ കുറച്ച് നേരമാണെങ്കിലും ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഇങ്ങനെ ആ വേലപ്പറമ്പിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് കൊട്ട് കേൾക്കുക, മഴ, അതുപോലെ അങ്ങനെ ഭയങ്കര വൈബായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നല്ല പടക്കം പൊട്ടിക്കുന്നത് ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ആ മുള കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്, നല്ല രസമുണ്ട്. അതിൽ ഒരു മുളൻ്റെ ഏറ്റവും അറ്റത്ത് മാത്രം ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട ഞങ്ങൾ കുട്ടികളെയൊക്കെ സേഫാക്കിയിട്ട് ഞങ്ങൾ നിൽക്കുന്നത് വേണ്ട. അപ്പോൾ നമ്മൾ ബജ്ജിക്കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുട്ടികളെ മഴ നനയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ 2 പേരും ഉള്ളിലേക്ക് അങ്ങോട്ട് കുട്ടികളെയും കൊണ്ട് കയറി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാഴയ്ക്ക ബജ്ജിയും പിന്നെന്താ മസാല ബോണ്ട, പരിപ്പ് വടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് അവിടെ കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ ചെറുതായിട്ട് മാറിയപ്പോഴാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പം ഞങ്ങൾ പറയാം മഴ വന്നാലും ഞങ്ങൾ തളരില്ല, ഞങ്ങൾ ബജ്ജിയും ബോണ്ടയൊക്കെ കഴിച്ചിട്ടേ പോവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മഴ വന്നിട്ടും അവിടെ നല്ല രീതിക്ക് തന്നെ പരിപാടികൾ മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്തുമ്പോഴേക്കൊക്കെ മഴ പോയിട്ടാ. DJ വരുമ്പോഴേക്കൊക്കെ
പിന്നെ DJൻ്റെ ബാക്കിൽ പെട്ടാൽ പിന്നെ നമുക്ക് വഴി ഉണ്ടാവില്ല പോവാമെന്ന് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ കയറി നടന്ന് നമ്മുടെ സ്ഥലത്തെത്തി. മെയിനായിട്ട് എല്ലാ ദേശക്കാരും ഒന്നിക്കുന്ന ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ എത്തുമ്പോഴേക്കും ആൾക്കാർ എല്ലാവരും ഒത്തുകൂടി നല്ല രീതിയിലുള്ള പടക്കങ്ങൾ പൊട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആന വരുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. ചുറ്റോടും കൊട്ട്, പടക്കം പൊട്ടൽ, ആന, DJ, പിന്നെ പല രീതിയിലുള്ള വേഷങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് കാണാൻ ഭയങ്കര കളർഫുള്ളായിരുന്നു കേട്ടോ. നമ്മൾ പോയി ശരിക്കും എൻജോയ് ചെയ്യാൻ പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വടവന്നൂർ വേല കണ്ടിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ ലൈഫിലും അപ്പൂൻ്റെ ലൈഫിലും മിക്കുവിൻ്റെ ലൈഫിലും ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് വടവന്നൂർ വേല കാണുന്നത്. അതിൻ്റെ ഒരു ത്രില്ലിങ്ങും ഹാപ്പിനെസ്സൊക്കെ നല്ലോണം ഉണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടി മഴ പെയ്ത് കഴിഞ്ഞാൽ കുളവും വിചാരിച്ചു. പക്ഷെ മഴ പെയ്യുമ്പോൾ ആ മഴ കൊണ്ടിട്ട് ആ ചൂടത്ത് ആ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ പരിപാടികൾ കാണുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ അവരിൻ്റെ കൊട്ടൊരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ കൊട്ട് കാണാൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി നിന്നു പോകുമ്പോൾ അത്രയും അടിപൊളിയായിട്ടാണ് അവർ നല്ല ആവേശത്തോടെ കൊട്ടുന്നുണ്ടായിരുന്നത് കേട്ടോ. ഒരു വേലപ്പറമ്പിലൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ശരിക്കും നമുക്ക് പോലും കണ്ടു നിൽക്കുന്ന കാണികളിനെ പോലും ഡാൻസ് കളിപ്പിക്കാൻ പറയില്ല, അതുപോലെ അത്രയും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരൊക്കെ കൊട്ടൊക്കെ കണ്ട് കുറേ നേരം നോക്കി നിന്നു. കരയെ ബഹളം വയ്ക്കുക ഒന്നും ചെയ്യാണ്ട് നോക്കി നിന്നു കേട്ടോ. അടിപൊളിയായിരുന്നു അതിൻ്റെ കൊട്ട് കേൾക്കാനും കാണാനൊക്കെ. പിന്നെ DJ ഇട്ടിട്ടുള്ളൊരു കൊട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും വൈബായിരുന്നു. മിക്കും അപ്പോൾ കൊട്ടും DJ ഒക്കെ കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇടയിൽ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പല രീതിയിലുള്ള വേഷങ്ങളുണ്ടായിരുന്നു. അതും കാണാൻ നല്ല സെറ്റായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ DJ, കൊട്ട്, പല രീതിയിലുള്ള വേഷങ്ങൾ, ആൾക്കാർ, ബഹളമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഞങ്ങളിത് ഈ ഒരു സൈഡിൽ ലോക്കായി പോയി. കാരണം അങ്ങോട്ട് നമ്മളെ ഫ്രണ്ടിലോട്ട് നടക്കാൻ അങ്ങോട്ട് പോവാം. നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടി മടങ്ങുകയാണ് കേട്ടോ. ആ സമയത്ത് വന്നിട്ടുള്ള വേഷങ്ങളൊക്കെയാണിത്. മഴയപ്പോൾ ഈ വേഷങ്ങളിലൊക്കെ അവരവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിച്ചും വൈബിലാണ്. അപ്പോൾ നമ്മൾ ഓരോ വേഷങ്ങളും കണ്ട് ഫ്രണ്ടിലോട്ട് നമ്മുടെ വണ്ടി വെച്ചിട്ടുള്ള അങ്ങോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും വടവന്നൂർ മേല അടിപൊളിയാണ്. ഇതൊരു ദേശക്കാരൻ്റെ ആണെങ്കിൽ ഇതുപോലെ തന്നെ പല പല ദേശക്കാരൻ്റെ ഓരോ സൈഡിലും പല പല ദേശക്കാരൻ്റെ ഇതുപോലെ ഓരോരോ പരിപാടികളുണ്ട് കേട്ടോ. നമുക്കെല്ലാം പോയിട്ട് കവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ് പിള്ളേരെയും കൊണ്ട്. അതുകൊണ്ട് നമ്മൾ പറ്റുന്ന അത്രയും വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരും അതുപോലെ തന്നെ നല്ല വൈബിലാണ് കേട്ടോ ചെണ്ട കൊട്ടുന്നത്. ചെണ്ടക്കാരൊക്കെ നല്ല ഉഷാറിൽ നല്ല ത്രില്ലിംഗ് ആയിട്ട് കൊട്ടുന്നുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ നോക്കി നിൽക്കാൻ തോന്നും. അത്രയും നല്ല എനർജറ്റിക്കായിട്ട് അവർ കൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ ചെണ്ട കൊട്ടലൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് മടങ്ങുകയാണ് കേട്ടോ. അപ്പം അടിപൊളിയായിരുന്നു പറഞ്ഞ് ഞങ്ങളിതാ പിള്ളേരിനെയൊക്കെ രണ്ടാളും ആനപ്പുറത്ത് പോലെ പുറത്തിരുത്തിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ.